എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികൾ കാണിച്ചു തരാം. അന്ന് 2-3 ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം പിന്നീട് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഈടായിട്ടാണ്. കുറച്ച് നാളുകളായി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാൻ, ബിസി ആയി പോയെന്നെ. പിന്നെ മിസ്റ്റർ തങ്കപ്പൻ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ അലൻ ജോസിനെ വന്ന മാറ്റം എന്താണ് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള? ഞാൻ പോയ ശേഷമാണ് ഇതിന് മാറ്റം ഉണ്ടായിരുന്നത്. പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന താരമായി മാറി. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. മൊബൈലിൽ നോക്കുമ്പോ ഇവൻ തന്നെ വന്നിട്ടിരിക്കുന്നത്. യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇവൻ തന്നെ ഉള്ളു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. മലയാളികൾ എവിടെയുണ്ട്? അവര് വിശ്രമ വേളയുണ്ടല്ലോ, ആ സമയത്തൊക്കെ എല്ലാരും വിശ്രമ വേളയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഇവന്റെ വീഡിയോ കണ്ടിട്ടാണ്. മത്തയച്ചനെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങാ കൊലയാ. ഇവന്റെ വീഡിയോ വന്നാൽ കുറെ ആൾക്കാർ കാണും. അതുകൊണ്ട് 1 മില്യൺ ഒക്കെ കാണുന്നുണ്ട്. 3 മില്യൺ 5 മില്യൺ പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇവനുമായിട്ട് പുറത്തുപോയി. പുറത്തുപോയപ്പോ കാർ നിർത്തിയിട്ടാണ് ഇവന്റെ വീഡിയോ എടുക്കുന്നത്. നമുക്കൊന്നുമല്ല വീഡിയോ എടുക്കുന്ന മീഡിയക്കാരല്ല, സാധാ ആൾക്കാർ. എന്തായാലും താങ്കൾ വലിയ ആള് തന്നെ. ഇപ്പൊ പെരേരയുടെ ഡാഡി എന്ന് പറയാനാണ് ഇപ്പൊ ആഗ്രഹം. അങ്ങനെയല്ല നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അതേപോലെ തന്നെ പെരേര കല്യാണ വർക്ക് ഇതിൽ കുറെ അധികം പൈസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ. അങ്ങനൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇവന് എല്ലാ മാസവും ഞാൻ ഗൾഫിൽ പോയ സമയം തൊട്ട് ഇവന് എല്ലാ മാസവും 1000 രൂപ അയച്ചു. എന്താണ് ഇത്? അല്ല, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ ഇവന് അധികം ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു പലരും പറയുന്നുണ്ട്. വയറ് അധികം ചാടുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ കുമ്പൊക്കെ ചാടിണ്ടല്ലോ. അപ്പൊ കോലി കളിക്കൊന്നും പോവാറില്ലേ? പാരമ്പര്യമായിട്ട് ഇപ്പൊ അപ്പരപ്പൂമാരായിട്ട് അത്യാവശ്യം വയറുണ്ട്. ഒരുമാതിരി മുടന്ത ന്യായം പറയരുത്. പിന്നെ ഇവൻ നുണ പറച്ചിലില്ല. എല്ലാം സത്യം എന്തായിട്ട് പറയും. എല്ലാം സത്യം പറയുള്ളൂ. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. ഇവന് ഒരു സ്ത്രീകളെടുത്ത് പോയിട്ട് ഇവന് അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ രീതിയില്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവന് ഒരു സ്ത്രീകളെടുത്ത് പോയിട്ട് ഇവന് അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ രീതിയില്ല. അവിടെ എന്താ ഒരു പടക്കം പൊട്ടണ ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദമാണ് കേട്ടത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. ഇവൻ വീട്ടിലെ ഇവനൊരു പെണ്ണും പുറത്തുനിന്ന് വരാനും പോലില്ല. വീട്ടുകാർ ഞങ്ങൾ അന്വേഷിച്ച്. അല്ല, പെരേര പെണ്ണിനെ കൊണ്ടുവരില്ല എന്നാണ് അവന്റെ പ്രേമിച്ച് കൊണ്ടുവരെങ്കിൽ കഴിവൊന്നുമില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്.